ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു നാടൻ ചിക്കൻ കറി പരിചയപ്പെട്ടാലോ. അതിനു വേണ്ടി 1 കിലോ ചിക്കൻ, ചെറുതായി അരിഞ്ഞ സവോള, വലിയ ജീരകം, 2 പച്ചമുളക്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, മല്ലിയില, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ വെച്ചൊരു നാടൻ ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. നമുക്കാദ്യം മസാലയൊന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്ക് അത് അരച്ചെടുക്കാം. നമുക്കൊരു ചട്ടി ചൂടാകാൻ വയ്ക്കാം. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിക്കുകയാണ്. അരപ്പ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്യാനുണ്ട്. മസാലയുടെ നടുവിലായിട്ട് തക്കാളി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് മസാല കൊണ്ട് തക്കാളി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. മസാലയെല്ലാം ചിക്കനിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതുവരെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ്, നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കനിന് വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി വേവിച്ചെടുക്കാം. കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞങ്ങൾ പുട്ടാണിന്ന് കഴിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.